അതിനിടയിൽ ആലപ്പുഴ ജില്ലയിലെ ആലപ്പാട് കരിമണൽ ഖനനം ഒരു ക്രമസമാധാന പ്രശ്നമായി വരികയാണ്. അല്ല, അതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ആ, വകുപ്പുകൾ അന്നേരം ഇടപെടേണ്ട കാര്യമാണ്. ഇതൊക്കെ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം. കുഴിക്കേണ്ട കാര്യമില്ല. ഉത്തരവാദപ്പെട്ട വകുപ്പുകൾ എന്നാൽ കടലോരമാകുമ്പോൾ ഫിഷറീസ് വകുപ്പായിരിക്കുമല്ലോ. അത് വ്യവസായ വകുപ്പ് നോക്കുമല്ലോ. അവിടെ അതിനകത്തുള്ള വിഷയമില്ല. ഇപ്പോൾ വ്യവസായ വകുപ്പാണ് ഇടപെടേണ്ടത്. വ്യവസായ വകുപ്പ് ഇടപെടും. അവിടെ സുരക്ഷ വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ പൊതുമേഖലയ്ക്ക് എതിരായി നടത്തുന്ന നീക്കം ഗവൺമെൻറ് അംഗീകരിക്കില്ല. എന്നാൽ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് IRE ചെയ്യുമ്പോൾ അവർ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോഴാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെട്ട് ഇപ്പോൾ അവിടെ പുലിമുട്ട് കെട്ടാനും ഡ്രഡ്ജ് ചെയ്ത് അവിടെ എടുക്കുന്ന മണ്ണ് മിനറൽ സെപ്പറേറ്റ് ചെയ്ത് അവിടെ തന്നെ ഫില്ല് ചെയ്യണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തീരം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഖനനം പാടുള്ളൂ എന്നത് ഗവൺമെൻറ് പോളിസിയാണ്. ഗവൺമെൻറ് ആ പോളിസി എടുത്തിട്ടുണ്ട്. അത് IRE നടപ്പാക്കേണ്ടതുണ്ട്. അത് ശരി, ഖനനം നടത്തുന്ന കമ്പനി തന്നെയാണ് അതിനെതിരെയുള്ള നയവും നടപ്പിലാക്കേണ്ടതല്ലേ? ആട്ടെ, GS എന്ത് പറയുന്നു? അതായത് കടലെപ്പോഴും കരിമണ്ണിഞ്ഞ് കൊണ്ടുവരികയാണ്. കരിമണ്ണ് കൊണ്ടുവരികയാണ്, ഇങ്ങനെ ഡെപ്പോസിറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഇത് നല്ലൊരു ഭാഗം ആരോ വാരിക്കൊണ്ട് പോവുകയാണ് പതിറ്റാണ്ടുകളായിട്ട്. അറിഞ്ഞിരിക്കും, അതാരും പറയുന്നില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മല പോലെ പൊങ്ങേണ്ടതല്ലേ? എന്ത് ഇത് കൃത്യമായി ഇത് വാരിക്കൊണ്ട് പോവാണ് ആരോ. വാരുന്നത് ഇതൊക്കെ പാത്രമൊക്കെ വെച്ചിട്ടാണ്. കൈകൊണ്ട് വാരും, ചെറിയ ഇത് വെച്ച് ഇങ്ങനെ കോരി എടുക്കാം. അതാരും അറിയില്ല. എന്നിട്ട് കൊണ്ടുപോയി തമിഴ്നാട്ടുകാർക്ക് വന്ന് ചെറിയ വിലയ്ക്ക് വാങ്ങിച്ചോളും. എന്തൊക്കെ കൊണ്ടുപോകണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഖനനത്തിന് തന്നെ എതിരാണല്ലോ സമരം. അതിൻ്റെ കാര്യമൊന്നും അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമില്ല. അത് ബോധപൂർവമായി മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ആ തരം നീക്കം ഒന്നും നടത്താൻ ഗവൺമെൻറ് വീണ് കൊടുക്കില്ല. ഗവൺമെൻറ്റിന് വ്യക്തമായ മൈനിങ് പോളിസിയുണ്ട്. പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു തോട്ടപ്പള്ളിയിൽ. അവിടെ പിന്നെ നടന്നില്ല. അവിടെ ഖനനം നടന്നില്ല. മറ്റു തരത്തിൽ വാരിയത് തോട്ടപ്പള്ളി ഹാർബറിൽ നിന്ന് IRE മൈൻ ചെയ്തപ്പോൾ അന്ന് തോട്ടപ്പള്ളിയിലുള്ള മത്സ്യത്തൊഴിലാളി ഒരു സഹകരണ സംഘമാണ്. മത്സ്യത്തൊഴിലാളിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവസാനം നമ്മൾ കണ്ടെത്തി തമിഴ്നാടുള്ള ഒരു ലോബിയുമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു കരാർ വെച്ചിട്ടാണ് ഇവർ സമരം ചെയ്തത്. ആ തരമാണ് ആലപ്പാടെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയെല്ലാം ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ഇവിടെ പ്രശ്നം തീരം സംരക്ഷിക്കണം. കര സംരക്ഷിക്കുകയും വേണം, പൊതുമേഖലയിലെ മിനറൽ സെപ്പറേഷൻ നടക്കുകയും വേണം. ഇത് രണ്ടും നടക്കും. തീരം സംരക്ഷിക്കണം, അത് നടക്കാത്തത് കൊണ്ടാണല്ലോ തർക്കമുണ്ടായത്. ഈ തർക്കം വരാൻ കാരണം ഇത് കുഴിക്കുകയാണ്. JCB വെച്ച് കുഴിച്ചെടുക്കുമ്പോൾ അവിടെ തടവായി, കുഴിയായി, പ്രശ്നമായി അല്ലേ? അവിടെ കടൽ, ഇതിനിടയ്ക്ക് ചെറിയൊരു തൊഴുത്ത, ഇവിടെ ഒരു കുഴി അല്ലേ? പ്രശ്നം ഉണ്ടാവാം. അത് അടിയന്തരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. ആര് പരിശോധിക്കണം? അതാണല്ലോ പുതിയ തർക്കം. അത് 3-4 വകുപ്പുകളുടെ സംയുക്ത പരിശോധനയുടെ ആവശ്യമാണ്. ഇങ്ങനെ ഉറപ്പാക്കിയാൽ മതി. നാടിന് കുഴപ്പമില്ലാത്ത പോലെയാണ് എടുക്കുന്നതെങ്കിൽ അത് പരസ്യപ്പെടുത്തണം. അതല്ല, കുഴപ്പമാണെന്നാണല്ലോ അവിടുത്തെ ആളുകൾ പറയുന്നത്. അതിനെ പരിശോധിക്കും. ജനങ്ങൾ പറയുമ്പോൾ പരിശോധിക്കണ്ടേ? എൻ്റെ അഭിപ്രായം അതാണ്. അതാണ് ന്യായമായ അഭിപ്രായം. ജനങ്ങൾ പറയുമ്പോൾ പരിശോധിക്കണം. അല്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണല്ലോ. ജനങ്ങളുടെ ജീവിതം തകർക്കുന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള വികസനവും നടത്താൻ പാടില്ല. അതിനുവേണ്ടിയുള്ള കാര്യം അതെല്ലാം ശ്രദ്ധിക്കണം. സുധാകരൻ സഖാവിൻ്റെ അഭിപ്രായമാണ് പൊളിമിക്സിൻ്റെയും അഭിപ്രായം.